ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഫോണിൽ വളരെ രഹസ്യമായിട്ട് മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഇതിന്റെ പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നിന്ന് രഹസ്യമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് എവിടെയാണെന്നുള്ളതും ആ സെറ്റിംഗ്സ് എവിടെയാണെന്നുള്ളതും അത് എങ്ങനെയാണ് ഓഫ് ആക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഫോണിലുള്ള ഡാറ്റകളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. ആ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ മാപ്പ് ത്രൂ ഒക്കെ ആണെങ്കിലും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനായി നമ്മൾ സെറ്റിംഗ്സിലൊന്ന് പോവുക. സെറ്റിംഗ്സിലൊന്ന് പോയി കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് മനസ്സിലാക്കി വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കാണാം. അതിന്റെ തൊട്ടടുത്ത് ഓൾ സർവീസസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓൾ സർവീസസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആദ്യത്തത് പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയറിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എങ്കിലേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയർ ഡാറ്റ, ഇതിൽ ആദ്യത്തെ മാപ്സ് ആണ്. ഇവിടെ ഗൂഗിൾ മാപ്സ് ഇവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെല്ലാം പോകുന്നു, എവിടെയെല്ലാം സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. രണ്ടാമത്തത് ഇവിടെ നമുക്ക് കീപ് നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം എന്താണ് കീപ് നോട്ട്സ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ തന്നെ ഇവിടെ നോട്ട്സ് കീപ് നോട്ട്സ് എന്ന ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം. ഇതിൽ നമ്മൾ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷെയർ ചെയ്യപ്പെട്ട നമ്മുടെ ബാങ്കിങ്ങിന്റെ പാസ്വേഡുകളൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കീപ് നോട്ട്സും ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. ഇനി കീപ് നോട്ട്സ് ഇല്ലാത്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ജിമെയിൽ, നമ്മുടെ വരുന്ന മെയിലുകൾ കാര്യങ്ങൾ അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതേമാതിരി എക്സ്റ്റേണൽ ഡിവൈസ്, നമുക്ക് വരുന്ന വോയിസ് മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. പിന്നെ അതിന്റെ തൊട്ട താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാം നമ്മുടെ കോൺടാക്ട്സ്, നമ്മുടെ ഡിവൈസിലുള്ള കോൺടാക്ട്സ് ഒക്കെ ഗൂഗിളിന് തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിനുശേഷം ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് അവിടെ താഴെ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും തേർഡ് പാർട്ടിയായ പല ആപ്ലിക്കേഷൻസിനും ഇവർ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ആ യൂസേജ് ആൻഡ് ഡയഗ്നോസിസ് പറയുന്ന ഓപ്ഷൻ കൂടെ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ പുറത്തേക്ക് പോകുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും.